മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 51 സങ്കീർത്തനം 2 തിരുവചനം. സങ്കീർത്തകനായ ദാവീദ് ഹൃദയ തകർച്ചയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എത്ര അർത്ഥവത്തായ പ്രാർത്ഥനയാണിത്. നമ്മൾ നോമ്പ് കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സകല പാപങ്ങളെയും വിട്ടൊഴിഞ്ഞ് വിശുദ്ധീകരണത്തിന്റെ ജീവിതം നയിക്കുവാനുള്ള സമയമാണിത്. ദാവീദിനോട് ചേർന്ന് നമുക്കും ഏറ്റുപറയാം, കർത്താവേ, എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. കർത്താവിൻ്റെ ആത്മാവ് തരുന്ന ഈ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ മനസ്സിൻ്റെ വിവിധങ്ങളായ ആകുലതകളും നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന തകർച്ചകളും കഷ്ടപ്പാടുകളും എല്ലാം കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഇത് അനുഗ്രഹത്തിന്റെ സമയമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വർഗം വിട്ടിറങ്ങി 10,000ങ്ങളുടെ മേൽ ശക്തിയോടെ പരിവർത്തിക്കുന്ന സമയം. സകല ഭാരങ്ങളെയും വിട്ടുപേക്ഷിച്ച് നമ്മുടെ മധ്യേയുള്ള യേശുവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. സാധിക്കുന്ന എല്ലാവരും നമ്മളായിരിക്കുന്നത് എഴുന്നേറ്റ് നിന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പല വിധത്തിലുള്ള കെട്ടുകളെ കർത്താവ് അഴിക്കുന്ന സമയമാണ്. ദൈവാനുഗ്രഹത്തെ തടയുന്ന പൈശാചിക അടിസ്ഥാനങ്ങളെ കർത്താവ് പൊട്ടിച്ചു കളയുന്ന സമയം. നമ്മുടെ കുടുംബങ്ങളിലേക്കും തലമുറകളിലേക്കും പരിശുദ്ധാത്മ അനുഭവം ഈശോ നൽകുകയാണ്. നമ്മൾ ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. ആഴമേറിയ മാനസാന്തരങ്ങൾ നൽകണമേ. ആത്മപകർച്ച നൽകണമേ. പാപരോഗ ശാപബന്ധനങ്ങളെ തകർത്തുകളയണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മളൊരു കുടുംബമായി പാടി പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപയുടെ സമയമാണിത്. എല്ലാം മറന്ന് ഇന്നോളം കർത്താവ് നൽകിയ എല്ലാ നന്മകളെ ഓർത്ത്, ഉപകാരങ്ങളെ ഓർത്ത്, കർത്താവിന്റെ വിശ്വസ്തതയോർത്ത് നമ്മൾ പാടി ആരാധിച്ച് മഹത്വപ്പെടുത്തുകയാണ്. അത്ഭുത രോഗശാന്തികള്, അത്ഭുത ഡെലിവറൻസുകള്, ആഴമേറിയ അനുതാപം എല്ലാം പരിശുദ്ധാത്മാവ് അനേകർക്ക് നൽകുന്ന സമയം. നമ്മൾ ഒരുമിച്ച് കരഘോഷത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആമേൻ, 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 ആമേൻ. ഉയരത്തിലെ കാറ്റ് വീട് ആടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളെല്ലാ നിയോഗങ്ങളെയും ഏറ്റെടുക്കണമേ. ഉയരത്തിലെ കാറ്റ് വീട് അടിച്ചിടട്ടെ,
സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. ഉയരത്തിലെ പരിശുദ്ധാത്മാവേ സകല കെട്ടുകളെയും അഴിക്കണമേ. തീ ഇവിടെ കത്തിയിടട്ടെ. പാപബോധത്താൽ ജനം കരഞ്ഞിടട്ടെ, നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ. പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് പാപബോധം നൽകണമേ, അനുതാപം നൽകണമേ. നിറഞ്ഞിടട്ടെ. ന്യായവിധിയുണ്ടെന്ന് ഓർത്തിടട്ടെ, ആത്മനദി എങ്ങുമേ ഒഴുകിടട്ടെ. ആത്മനദി ഉയർത്തിയടിച്ചു പാടുന്നു. ഉയരത്തിലെ കാറ്റ് വീടെ അടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. ഉയരത്തിലെ കാറ്റ് വീടെ സ്വർഗത്തിലെ തീ പടരട്ടെ, കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, ദേശങ്ങളിൽ. സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. സ്വർഗത്തിലെ സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്ക ശക്തിയോടെ പെരുവെള്ളത്തിന്റെ ഇരമ്പലോടെ ജീവിക്കുന്ന യേശുവിന്റെ തിരുനാമം വിളിച്ച് ഒരു കുടുംബമായി നമ്മൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, കരങ്ങൾ നീട്ടിത്തരണമേ. കർത്താവേ, കൃപയുടെ കരങ്ങള്, അങ്ങയുടെ കരുത്തുറ്റ കരങ്ങള്, മഹത്വത്തിന്റെ കരങ്ങള്, സൗഖ്യത്തിന്റെ കരങ്ങള് ഞങ്ങൾക്കായി നീട്ടിത്തരണമേ. എല്ലാവിധ പൈശാചികാധിപത്യ ശക്തികളെയും തകർത്തു കളയണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ സന്ദർശിക്കണമേ. ഞങ്ങളുടെ വേദനകളിൽ ആശ്വാസം നൽകണമേ. ഞങ്ങളുടെ തകർച്ചകൾ ഉയർച്ചകളാക്കണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. ഈ സ്തുതി ആരാധനയിൽ ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളെ ആശീർവദിക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ, നിയോഗങ്ങൾ ഏറ്റെടുത്ത് അവിടുത്തെ എല്ലാം ക്രമപ്പെടുത്തണമേ. വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ. അനുതാപ ഹൃദയം ഞങ്ങൾക്കേവർക്കും നൽകണമേ. ആഴമേറിയ മാനസാന്തര അനുഭവത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളോട് കരുണ കാണിക്കണമേ. താങ്ക് യു, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. സാധിക്കുന്ന എല്ലാവരും അല്പസമയം നിങ്ങളുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് വളരെ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷകളിൽ പങ്കുകൊള്ളുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് അനുതാപം സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്നു. അനുതാപം സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞു, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുവചനം, അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്നൊരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്വർഗത്തിൽ എപ്പോഴാണ് യഥാർത്ഥത്തിൽ സന്തോഷമുണ്ടാകുന്നത്? പാപിയായൊരു വ്യക്തി ആഴമേറിയ അനുതാപത്തിലേക്ക് വരുമ്പോൾ സ്വർഗം മുഴുവൻ ആനന്ദിക്കുകയാണ്. അപ്പൊ സ്വർഗത്തിൽ സന്തോഷമുണ്ട്. നരകത്തിൽ എപ്പോഴാണ് സന്തോഷമുണ്ടാകുന്നത്? കൃപയിൽ ജീവിക്കുന്നൊരു വ്യക്തി പാപത്തിൽ വീണു പോകുമ്പോൾ നരകം സന്തോഷിക്കുകയാണ്. എന്നാൽ ഒരു പാപിയായ മനുഷ്യൻ ഹൃദയനുറുക്കത്തോടെ അനുതപിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു, നരകം കരയുകയാണ്. നമ്മുടെ കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് ആദ്യമായി പറഞ്ഞ തിരുവചനം എന്താണ്? മാർക്കോസിന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കാ സുവിശേഷത്തിലൊക്കെ നമുക്ക് ഒരുപോലെ കാണാൻ പറ്റും. മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ തിരുവചനം,
സമയം സമാഗതമായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഈ വചനത്തിൽ വലിയ ആത്മീയ മർമ്മമുണ്ട്. സമയം സമാഗതമായി. നമ്മുടെ കാലഘട്ടവുമായി നമ്മൾ ഈ വചനം ബന്ധപ്പെടുത്തുമ്പോൾ കർത്താവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും എന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? ഇത് അനുതപിക്കുവാനുള്ള സമയമാണ്. ദൈവജനം മുഴുവൻ അനുതാപ ഹൃദയത്തോടെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. സഭ ഒരാഴമേറിയ അനുതാപത്തിലേക്ക് വരണം. ഈ നോമ്പുകാലം അതിനായി കർത്താവ് നമ്മെ വിളിക്കുകയാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അനുതപിക്കുന്ന ജീവിതങ്ങളിലേക്കാണ് കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും ഒഴുകപ്പെടുന്നത്. നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ തിരുഹിതം എന്താണ്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 5-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ, അനുതപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും നശിക്കും. അപ്പൊ നമ്മുടെ ആരുടെയും നാശം കാണാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മളെല്ലാവരും നിത്യരക്ഷ പ്രാപിക്കുവാനാണ്. അതിനാണ് ദൈവപിതാവ് കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് തന്നത്. യോഹന്നാന്റെ സുവിശേഷം 3:16 സുവിശേഷത്തിന്റെ ഉള്ളടക്കമാണ് ഈ തിരുവചനം. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ സകല മനുഷ്യരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിനായി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു. എത്ര മനോഹരമായ തിരുവാക്യമാണിത്. നമ്മെക്കുറിച്ച് യഥാർത്ഥത്തിൽ കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ നിത്യമായ രക്ഷയാണ്. നമ്മളാരും നശിച്ചു പോകാൻ ഒരിക്കലും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നിത്യരക്ഷയിലേക്ക് നമ്മൾ വളരുവാനും ഈ രക്ഷയുടെ അനുഭവത്തിൽ നിരന്തരം ജീവിക്കുവാനും ആവശ്യമായ പ്രധാനപ്പെട്ട ഒന്നാണ് അനുതാപം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17-ാം അധ്യായം 30-ാമത്തെ തിരുവചനം. കർത്താവ് നമ്മെ വിളിക്കുന്നത് ഏതിലേക്കാണ്? കർത്താവിൻ്റെ വിളി എങ്ങോട്ടാ? ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്, അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല. മാനസാന്തര അനുഭവം പ്രാപിക്കുന്നതിനേക്കാൾ മുൻപ് നമ്മൾ ലൗകികരായി ജീവിച്ചു. നമ്മൾ പലരും കൊടും പാപികളായിരുന്നു. ലോകത്തിൻ്റെ വ്യാപാരങ്ങളിൽ നടന്നു, ലോക സുഖങ്ങളിൽ മുഴുകി, വെറുപ്പിലും വൈരാഗ്യത്തിലും തിന്മയിലും ജീവിച്ചു. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയാ, കർത്താവിനെ അറിയുന്നതിനേക്കാൾ മുൻപ് നീ ജീവിച്ച ഈ കാലഘട്ടങ്ങളെ ഒരിക്കലും ദൈവം കണക്കിലെടുക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ സകല ജനങ്ങളും അനുതപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ലോകത്തിലുള്ള സകല മനുഷ്യരും അനുതപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ആഗ്രഹം, കർത്താവ് നമ്മെ വിളിക്കുന്നതെല്ലാം ഈ ആഴമേറിയ അനുതാപത്തിലേക്കാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനുതാപത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഞാൻ വീണ്ടും ആത്മാവിൽ പറയട്ടെ, നമ്മുടെ ജീവിതങ്ങൾ പരിശുദ്ധാത്മ ശക്തിയിൽ നിറയണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവാനുഗ്രഹത്തിന് പകർച്ചയുണ്ടാകണമെങ്കിൽ, നമ്മുടെ തലമുറകളിലും കൂട്ടായ്മകളിലും ആത്മാവിൻ്റെ തീ പടരണമെങ്കിൽ അവിടെയെല്ലാം അനുതാപത്തിൻ്റെ ആത്മാവ് ചലിക്കണം. അനുതാപത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? 3 കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി പാപമോചനമാണ്. നമ്മൾ എന്തുമാത്രം അനുഗ്രഹീതരാണ്. ഒരു വ്യക്തി ആത്മാർത്ഥമായി അനുതപിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുമ്പോൾ അവൻ്റെയും അവളുടെയും സകല പാപങ്ങളെയും കർത്താവ് ക്ഷമിക്കുകയാണ്. പാപമോചനം തന്ന് കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3-ാം
അധ്യായം 19 തിരുവചനം. അപ്പോസ്തലനായ പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജനത്തോട് പറയുകയാണ്, നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയേണ്ടതിനായി അനുതപിച്ച് കർത്താവിലേക്ക് തിരിയുവിൻ. വളരെ പ്രാധാന്യമുണ്ട് ഈ തിരുവചനത്തിന്. നിങ്ങൾക്ക് പാപമോചനം ലഭിക്കാൻ, പാപക്ഷമ ലഭിക്കുവാൻ അനുതപിച്ചുകൊണ്ട് കർത്താവിലേക്ക് തിരിയുക. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8 അധ്യായം 22 മുതൽ 24 വരെയുള്ള വചനങ്ങൾ കാണാൻ പറ്റും. ശിമയോനോട് പത്രോസ് പറയാണ്, നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ നീ അനുതപിച്ചാൽ നിന്റെ ഈ ദുഷ്ടതയ്ക്ക് കർത്താവ് മാപ്പ് നൽകും. നമ്മൾ ആഴത്തിൽ നിന്ന് ചിന്തിക്കണം. നീ അനുതപിച്ചാൽ നിന്റെ ദുഷ്ടതയ്ക്ക് കർത്താവ് മാപ്പ് തരും, ക്ഷമ നൽകും. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 47 തിരുവചനം. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്, പാപമോചനത്തിനുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട്. പാപമോചനത്തിലുള്ള അനുതാപം. അപ്പോൾ പാപം മോചിക്കപ്പെടണമെങ്കിൽ, നമുക്ക് പാപക്ഷമ ലഭിക്കണമെങ്കിൽ നമ്മളെല്ലാവരും ആഴമേറിയ അനുതാപത്തിലേക്ക് വരണം. ഇത് വലിയൊരു ദൈവിക വ്യവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് പാപമോചനം ലഭിക്കണോ? യഥാർത്ഥത്തിൽ യേശുവിൽ നിന്ന് പാപക്ഷമ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആഴമേറിയ അനുതാപത്തിലേക്ക് വരിക. ഈ നോമ്പുകാലം അനുതാപത്തിൻ്റെയും ആത്മപകർച്ചയുടെയും ദിവസങ്ങളായി മാറട്ടെ. രണ്ടാമത്തെ അനുഗ്രഹം എന്താ? ആത്മീയവും ഭൗതികവുമായ നന്മകളാണ്. നമ്മളെല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നതാണ്. ആത്മീയമായി വളരണം, കൃപകളിൽ വളരണം, അഭിഷേകത്തിൽ വളരണം, വചനത്തിൽ വളരണം, ദൈവസാന്നിധ്യത്തിൽ വളരണം. അതുപോലെ ഭൗതികമായ നന്മകൾ, സാമ്പത്തിക തകർച്ച മാറണം, കുടുംബത്തിൽ സമാധാനമുണ്ടാകണം, ജോലിയിൽ ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകണം. നമ്മൾ ചെയ്യുന്ന പ്രവർത്തന മേഖലകളിലെല്ലാം വലിയ ദൈവാനുഗ്രഹം ഉണ്ടാവണം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ്. ഇതിനുള്ള ബന്ധത്തിൽ ദൈവത്തിന് തിരുവെഴുത്ത് എന്താ പഠിപ്പിക്കുന്നത്? യെശയ്യാ പ്രവചനം 66 2 തിരുവാക്യം. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്, ഞാൻ അനുഗ്രഹിക്കുന്നത്. ആരിലേക്കാണ് ദൈവാനുഗ്രഹം കടന്നു വരുന്നത്? ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുന്നവരിൽ. അനുതാപം ഇത് മാറ്റമില്ലാത്തൊരു വ്യവസ്ഥയാണ്. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ, നമ്മുടെ കൂട്ടായ്മകൾ അനുഗ്രഹം പ്രാപിക്കാൻ, നമ്മുടെ ജീവിതങ്ങൾ ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമായി മാറുവാൻ പരിശുദ്ധാത്മ തരുന്ന നിർദ്ദേശം എന്താണ്? ആത്മാവിലുള്ള അനുതാപം. അവരെ ഞാൻ അനുഗ്രഹിക്കും. ആത്മീയ ഭൗതികമായ നന്മകളാലെ ഞാൻ അവരെ സമ്പന്നമാക്കും. വിശുദ്ധനായ ജോൺ പോൾ 2 മാർപ്പാപ്പ പറഞ്ഞു, ഈ കാലഘട്ടത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം അനുതാപം നഷ്ടപ്പെട്ടതാണ്, പാപബോധമില്ലായ്മയാണ്. നമ്മൾ നമ്മളെ ഒന്ന് പരിശോധിക്കണം. നമ്മൾ പലപ്പോഴും കർത്താവിനെ വേദനിച്ചിട്ടും ദൈവവചനത്തിന് വിരുദ്ധമായി ജീവിച്ചിട്ടും നമ്മുടെ ഉള്ളിൽ ഒരു വേദന വരുന്നില്ല, നമ്മുടെ ഉള്ളിൽ ഒരു ദുഃഖമുണ്ടാകുന്നില്ല. പലപ്പോഴും ആഴമേറിയ ഒരു അനുതാപത്തിലേക്ക് വരാൻ പറ്റുന്നില്ല. ഇന്ന് അനേകം ജീവിതങ്ങളെ ഹൃദയ കഠിനത മൂലം പിശാച് ബന്ധിച്ചിട്ടിരിക്കുക. ഈ കെട്ട് പൊട്ടണം. അതിനാണ് ഈ ദൂത് കർത്താവ് ഇന്ന് നമുക്ക് നൽകുന്നത്. ആത്മീയ ഭൗതികവുമായ നന്മകൾ ലഭിക്കുന്നു. മൂന്നാമത്തെ അനുഗ്രഹം രക്ഷയുടെ ആനന്ദമാണ്. ജോയ് ഓഫ് സാൽവേഷൻ. നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇന്ന് ആവശ്യമായിരിക്കുന്ന എന്താണ്? രക്ഷയുടെ ആനന്ദമാണ്. ഒരു വ്യക്തിക്ക് പാപമോചനം ലഭിക്കുമ്പോൾ, ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോൾ, ആ വ്യക്തിക്ക് പരിശുദ്ധാത്മ നൽകുന്ന ഒരു വലിയ ബ്ലെസ്സിംഗ് ആണ് ജോയ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ആനന്ദം. നമ്മൾ പാപം ചെയ്യുമ്പോൾ, നമ്മൾ പാപത്തിൽ ജീവിക്കുമ്പോൾ, അശുദ്ധ ജീവിതം നയിക്കുമ്പോൾ രക്ഷയുടെ ആനന്ദം കെട്ടുപോവുകയാണ്. 51 സങ്കീർത്തനം 12 വചനത്തിൽ
ദാവീദിന്റെ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. ഊറിയായുടെ ഭാര്യ ബത്ശബയുമായി ദാവീദ് വ്യഭിചാരം ചെയ്ത് കർത്താവിന് ഒരുപാട് അവൻ വേദനിപ്പിച്ചു. എന്നാൽ നാഥാൻ പ്രവാചകനിലൂടെ ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. ഒരു വലിയ അനുതാപത്തിലേക്ക് ദാവീദ് കടന്നു വരികയാണ്. കർത്താവിന്റെ സന്നിധിയിൽ പൊട്ടിക്കരഞ്ഞ് ഹൃദയം തകർന്ന് താൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, രക്ഷയുടെ ആനന്ദം വീണ്ടും എനിക്ക് നൽകണമേ. രക്ഷയുടെ ആനന്ദം, ഞാൻ ഈ ആനന്ദത്തിലാണ് ജീവിച്ചിരുന്നത്. എന്നാൽ ഞാൻ ചെയ്ത ആ കൊടും പാപം മൂലം ഈ ആനന്ദം എനിക്ക് നഷ്ടപ്പെട്ടു. കർത്താവേ, ഈ ആനന്ദം വീണ്ടും എനിക്ക് തിരിച്ചു നൽകണമേ. നമുക്കിത് എന്തിൻ്റെ കുറവുള്ളത്? എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്കിത് ദൈവമെല്ലാം തന്നില്ലേ? നമ്മൾ ചോദിച്ചതിനേക്കാൾ അപ്പുറമായി ദൈവമെല്ലാം തന്നു. ആരോഗ്യം തന്നു, നല്ല ഭവനം തന്നു, മിടുക്കരായ മക്കളെ തന്നു, ജോലി തന്നു, ബിസിനസ് തന്നു, സുഖസൗകര്യങ്ങൾ തന്നു, കാറ് തന്നു, സ്ഥലങ്ങൾ തന്നു. ഇങ്ങനെ ഒരുപാട് ഭൗതികമായ നന്മകൾ ദൈവം നമുക്ക് തന്നു. ഇതൊക്കെ ഉണ്ടായിട്ട് നമുക്ക് എത്ര പേർക്ക് ഈ ജോയ് ഓഫ് സാൽവേഷൻ ഉണ്ട്, രക്ഷയുടെ ആനന്ദമുണ്ട്? ഇപ്പോഴും നമ്മളിൽ അനേകരുടെ ഹൃദയത്തിൽ ശൂന്യതയല്ലേ? സംഗതി എല്ലാം ഉണ്ട്, പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ ഒരു സംതൃപ്തിയുണ്ടോ? ആത്മനിറവിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ന് അനേകരുടെ അടിസ്ഥാന പ്രശ്നമാണ് ഈ ആനന്ദമില്ല. അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ വെറിക്കൂത്തിന് പുറകെ ഇന്ന് അനേകരും പരക്കം പായുന്നത്. രക്ഷയുടെ ആനന്ദത്തിൻ്റെ ഒരു സ്പാർക്ക് നമ്മുടെ അകത്തുണ്ടായാൽ ഈ ലോകം തരുന്ന സകല സുഖങ്ങളും നമുക്ക് എച്ചിലകളായി വേസ്റ്റായിട്ട് അനുഭവപ്പെടും. എൻ്റെ സഹോദര സഹോദരി, സത്യം മനസ്സിലാക്കണം. പലപ്പോഴും കർത്താവിൻ്റെ വചനവുമായി പല ദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ധ്യാനങ്ങളിൽ, ബൈബിൾ കൺവെൻഷനുകളിലൊക്കെ അനുതാപ ഹൃദയത്തോടെ പാപം ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ സന്നിധി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളിലേക്ക് ഈ രക്ഷയുടെ ആനന്ദത്തെ പരിശുദ്ധാത്മ പകർന്ന് അവരുടെ പിന്നീടുള്ള ജീവിതം കാണുമ്പോൾ ഒരുപാട് സന്തോഷിക്കാൻ കർത്താവ് ഇടവരുത്തിയിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് ഒരു ചെറുപ്പക്കാരൻ, അവൻ കള്ളും കഞ്ചാവും മയക്കമരുന്നും അതുപോലെ തന്നെ തെറ്റായ ബന്ധങ്ങളും അങ്ങനെ അശുദ്ധ ജീവിതം നയിക്കുന്ന ചെറുപ്പക്കാരനായിരുന്നു. അവന് ഒരു അനുതാപം ഉണ്ടായിരുന്നില്ല. ഹൃദയ കഠിനതയിൽ അവൻ ജീവിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണ അവനെ ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. ആദ്യത്തെ 2 ദിവസങ്ങൾ മഹാ ബോറിംഗ് ആയിരുന്നു. പ്രാർത്ഥിക്കുന്നില്ല, വചനം സ്വീകരിക്കുന്നില്ല, അവനൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എന്നാൽ 3-ാം ദിവസം അല്പമായി അവൻ്റെ ഹൃദയത്തെ കർത്താവ് തുറക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ കൃപ അവൻ്റെ മേൽ ചലിക്കാൻ തുടങ്ങി. അവൻ കുമ്പസാരിച്ചു. വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ കുമ്പസാരിക്കുന്നത്. നമ്മൾ വചനത്തിലൂടെ കണ്ടു, അനുദപിക്കുമ്പോൾ പാപക്ഷമ ലഭിക്കുന്നു. അന്നത്തെ രാത്രി ആരാധന വലിയ അഭിഷേകമാക്കി കർത്താവിനെ മാറ്റി. 4-ാമത്തെ ദിവസം ധ്യാനം തീരുകയാണ്. അഭിഷേക ആരാധന ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ മുറിയിൽ ഇങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് രാത്രിയുടെ 1-1:30 ആയിട്ടുണ്ടായിരിക്കും. എൻ്റെ മുറിയുടെ അരികിലൂടെ ഒരു കാൽപെരുമാറ്റം കേൾക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ഡോറ് തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കുറച്ചകലെ ഒരു ആൾരൂപം കാണാം. എങ്ങനെയോ ആ അരണ്ട വെളിച്ചത്തിൽ അവൻ എന്നെ കണ്ടു. അവൻ അവിടെ നിന്ന് തുള്ളിച്ചാടുകയാണ്. ഐ ആം സേവ്ഡ്, ഐ ആം സേവ്ഡ്, കർത്താവിനെ രക്ഷിച്ചു, കർത്താവിനെ രക്ഷിച്ചു എന്ന് പറഞ്ഞ് ആനന്ദം കൊണ്ട് അവൻ തുള്ളിച്ചാടി ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ബ്രദർ, ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തെ രക്ഷിച്ചതിനായി, എനിക്ക് ഈ ആനന്ദം തന്നതിനായി ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ, കർത്താവായ യേശുക്രിസ്തുവിനെ നീ കണ്ടുമുട്ടിയത് കൊണ്ടാണ് രക്ഷയുടെ ആനന്ദം പരിശുദ്ധാത്മാവ് നിനക്ക് തന്നത്. ആരെല്ലാം അനുതാപ ഹൃദയത്തോടെ തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിനെ സ്വന്തമാക്കുന്നുവോ അവർക്കെല്ലാം രക്ഷയുടെ ആനന്ദം പരിശുദ്ധാത്മ നൽകുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ കൂട്ടായ്മകൾക്കും നമ്മുടെ തലമുറകൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികർക്കും സമർപ്പിതർക്കും കുടുംബസ്ഥർക്കും സകലർക്കും ഒരുപോലെ ആവശ്യമായിരിക്കുന്നത് ജോയ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ആനന്ദം. ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കർത്താവിനെ വിട്ടു പോവുകയില്ല. നമ്മൾ ഒരിക്കലും പാപം ചെയ്ത് കർത്താവിനെ വേദനിപ്പിക്കുകയില്ല. ഈ ഒരു തീരുമാനം നമുക്കുണ്ടാകട്ടെ. ഈ തപസ് കാലത്ത്
അനുതാപത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ കൂടുതൽ അനുതാപ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. അനുതാപത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അനുതാപത്തിൻ്റെ കൃപയാൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അനുതാപത്തിലൂടെ സ്വർഗം നൽകുന്ന നന്മകൾ, അനുഗ്രഹങ്ങളുടെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ കൂടുതൽ അനുതാപത്തിൽ നമുക്ക് ജീവിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദിവ്യസ്നേഹമേ തിരുഭോജ്യമായി നിറയണമേ, ദിവ്യകാരുണ്യമേ തിരുജീവനായി പടരേണമേ. പരമപരിശുദ്ധനായ കർത്താവേ, തിരുവോസ്വരൂപനായി ഞങ്ങളെ വിശുദ്ധീകരിക്കുവാനും ആവശ്യമായ നന്മകൾ പ്രദാനം ചെയ്യാനും ദിവ്യകാരുണ്യമായി കടന്നു വന്ന തിരുസ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സാധിക്കുന്ന എല്ലാവരും നിങ്ങളായിരിക്കുന്നിടത്ത് മുട്ടുകുത്തി പരിശുദ്ധ കുർബാനയിലേക്ക് ഇരുകരങ്ങളെ യാചനാപൂർവം തുറന്നു പിടിച്ച് പ്രാർത്ഥിക്കുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തി അനുതാപം സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്നു. അനുതാപത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മ നമ്മളെ ബോധ്യമാക്കി. ആഴമേറിയ അനുതാപത്തിന് വേണ്ടി നമുക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. അനുതാപം നമുക്ക് ലഭിക്കണമെങ്കിൽ പോലും കർത്താവ് നമ്മോട് കരുണ കാണിക്കണം. കർത്താവിൻ്റെ മഹാകരുണയാൽ നമ്മളെല്ലാം കഴുകപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, തലമുറകളിലേക്ക്, കൂട്ടായ്മകളിലേക്ക് കർത്താവിൻ്റെ കരുണ ഒരു നദി പോലെ ഒഴുകപ്പെടുവാനായിട്ട് ആഴമേറിയ അനുതാപത്തിന് കൃപയാൽ നമ്മളെല്ലാം പൂരിതരാകുവാൻ, സകല പാപമോഹങ്ങളെയും വിട്ടുപേക്ഷിച്ച് കർത്താവിന് യോഗ്യമായ ജീവിതം നയിക്കുവാൻ ഇരുകരങ്ങളും ഉയർത്തി ദൈവ കരുണയ്ക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞ് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മനസ്സലിവ് കാണിക്കണമേ. എല്ലാ അശുദ്ധതയിൽ നിന്നും എല്ലാ മലിനത ഞങ്ങളെ വിമോചിപ്പിക്കണമേ. അനുതാപത്തിന്റെ ആത്മാവിൽ നിറയപ്പെടുവാൻ, അനുതാപ ഹൃദയത്തോടെ ജീവിക്കുവാൻ ഈ നോമ്പുകാലത്ത് മാത്രമല്ല, കർത്താവ് ഞങ്ങളുടെ ജീവിതം മുഴുവൻ ആഴമേറിയ അനുതാപം ഞങ്ങൾക്കുണ്ടാകുവാൻ ഈശോയെ കരുണ കാണിക്കണമേ. കർത്താവെ, ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ കരുണയുടെ അത്ഭുത ശക്തിയാൽ രോഗശാന്തികള്, ഡെലിവറൻസുകള്, പാപമോചനങ്ങള് ഈശോ നൽകിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും സ്വന്തമാക്കിക്കൊണ്ട് ഒരിക്കൽ കൂടെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. അങ്ങ് ഇടപെടുന്ന സ്നേഹത്തിനായി, അങ്ങ് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി, അങ്ങ് ചൊരിയുന്ന നന്മകൾക്കായി, അങ്ങ് നൽകുന്ന സൗഖ്യത്തിനായി നന്ദി, നന്ദി, നന്ദി കർത്താവേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അടുത്ത ആഴ്ചയിൽ ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധീകരണത്തിനായി കർത്താവ് വിളിക്കുന്നു. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വ